താൽക്കാലികമായ ജോലി ചെയ്ത് പിരിച്ചുവിടപ്പെട്ട ഭിന്നശേഷിക്കാരുടെ സംയുക്ത കൂട്ടായ്മ എന്ന് പറയുന്ന സംഘടനയാണ്. 2004 മുതൽ നാളിതുവരെ എംപ്ലോയ്മെന്റ് മുഖേന 6 മാസം ജോലി ചെയ്ത ഭിന്നശേഷിക്കാരെ സ്ഥിരമാക്കുക എന്ന ഒറ്റ ആവശ്യം. നമ്മുടെ ആവശ്യമായിട്ട് അവരുടെ മുന്നിൽ പോകുമ്പോൾ അവർ പറയുന്നതിന് അവർക്ക് ഭാരിച്ച സാമ്പത്തിക ബാധ്യതയാണ്. സർക്കാരിൻ്റെ നിലപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മുടെ ഇങ്ങനെ പരിഗണിക്കാമെന്ന് പറഞ്ഞ് ഒരു പറ്റിക്കുന്ന സമീപനമാണ്. ഇപ്പം നമ്മുടെ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിയെ നമ്മൾ നേരിട്ട് പലവട്ടം കണ്ടിട്ടുണ്ട്. സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി പറയണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യം പരിഗണനയിലാണ്, സർക്കാർ അല്ലെങ്കിൽ പാർട്ടി തന്നെ തീരുമാനിക്കണം എന്നാണ് നമ്മുടെ ബിന്ദു മേഡം പറയുന്നത്. നമസ്കാരം. നമ്മുടെ സംസ്ഥാന സർക്കാർ ഭിന്നശേഷിക്കാരോടും അനുഭാവപൂർണമായ നിലപാടല്ല സ്വീകരിക്കുന്നത് എന്ന് വ്യക്തമാവുകയാണ്. കാരണം അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോഴും നമ്മുടെ ധനസ്ഥിതി മോശമാണ് എന്നുള്ള വാചകം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ 4ാം വാർഷികം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഭിന്നശേഷിക്കാർ ഈ തെരുവിൽ സമരവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. അതായത് 2004 മുതൽ 2024 വരെ എംപ്ലോയ്മെൻറ്റ് വഴി താൽക്കാലിക ജോലി ചെയ്ത ഭിന്നശേഷിക്കാരെ സ്ഥിരമായി നിയമിക്കുക എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഭിന്നശേഷിക്കാർ ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുൻപിലേക്ക് എത്തിയിരിക്കുകയാണ്. നിങ്ങളുടെ കൂട്ടായ്മ എന്താവശ്യമാണ് ഉന്നയിച്ചുകൊണ്ടാണ് ഈ ഒരു ധർണ നടത്തുന്നത്? നമ്മുടെ ഈ TBSK എന്ന് പറഞ്ഞ സംഘടനയെന്ന് പറഞ്ഞാൽ താൽക്കാലികമായ ജോലി ചെയ്ത് പിരിച്ചുവിടപ്പെട്ട ഭിന്നശേഷിക്കാരുടെ സംയുക്ത കൂട്ടായ്മ എന്ന് പറയുന്ന സംഘടനയാണ്. നമ്മൾ 2004 മുതൽ നാളിതുവരെ എംപ്ലോയ്മെൻറ്റ് മുഖേന 6 മാസം ജോലി ചെയ്ത് പിരിച്ചുവിടപ്പെട്ട ഭിന്നശേഷിക്കാരെ സ്ഥിരമാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഇന്നിവിടെ അനിശ്ചിതകാല സമരം തുടങ്ങിയിരിക്കുന്നത്. ഞങ്ങൾ ഈ ആവശ്യം ഉന്നയിച്ചു തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഏകദേശം 20 വർഷക്കാലമായിട്ട് പല സംഘടനകളുടെ ബാക്കിൽ നിന്ന് നമ്മളിങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സർക്കാർ ഏതൊരു രീതിയിലും ഇതിന് ഒരു തീരുമാനം എടുക്കാത്തത് കൊണ്ടാണ് നമ്മുടെ ഈ TBSK എന്ന് പറഞ്ഞ സംഘടന ഒരു 6 വർഷത്തിന് മുമ്പ് രൂപീകരിക്കുകയും ഈ സംഘടന രൂപീകരിച്ചതിന് ശേഷം ഒറ്റ ലക്ഷ്യം മുൻനിർത്തിയാണ് നമ്മൾ സമരമുഖത്തുള്ളത്. എംപ്ലോയ്മെൻറ്റ് മുഖേന 2004 മുതൽ നാളിതുവരെ എംപ്ലോയ്മെൻറ്റ് മുഖേന 6 മാസം ജോലി ചെയ്ത ഭിന്നശേഷിക്കാരെ സ്ഥിരമാക്കുക എന്ന ഒറ്റ ആവശ്യം. ഈ എംപ്ലോയ്മെൻറ്റ് മുഖേന 6 മാസം ജോലി ചെയ്ത ഭിന്നശേഷിക്കാരെ സ്ഥിരമാക്കുക എന്ന് പറയുന്ന പരിപാടി കാലാകാലങ്ങളായി തുടങ്ങിയിട്ട് 1981 അന്ന് ഈ കലണ്ടർ വർഷത്തിൽ ഒരു ദിവസം പോലും എംപ്ലോയ്മെൻറ്റ് മുഖേന ജോലി ചെയ്ത ഭിന്നശേഷിക്കാരെ അന്നത്തെ സർക്കാർ സ്ഥിരമാക്കുകയുണ്ടായി. അത് കഴിഞ്ഞ് 84 ഇതേപോലെ സൂപ്പർ ന്യൂമറി തസ്തിക സൃഷ്ടിച്ച് സ്ഥിരമാക്കി. അതുപോയിട്ട് സർക്കാരിൻ്റെ ഈ നമ്മുടെ സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ 25ാം വാർഷികം 50ാം വാർഷികമൊക്കെ ആഘോഷിച്ച സമയങ്ങളിലും ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ എംപ്ലോയ്മെൻറ്റ് മുഖേന 6 മാസം ജോലി ചെയ്ത ഭിന്നശേഷിക്കാരെ സ്ഥിരമാക്കുകയുണ്ടായി. അത് കഴിഞ്ഞ് 94 99 അത് തുടർന്നു വന്നു. 99 മുതൽ 2003 വരെ കഴിഞ്ഞ ഒരു 2010 15 സർക്കാർ 2013 2677 പേരെ സൂപ്പർ ന്യൂമറി തസ്തിക സൃഷ്ടിച്ച് സ്ഥിരമാക്കുകയുണ്ടായി. അത് കഴിഞ്ഞിട്ട് തുടർന്ന് വന്ന ഈ സർക്കാരുകൾ ഇതുവരെയും ഒരു ഭിന്നശേഷിക്കാരനെ പോലും നിയമിച്ചില്ല. നമ്മുടെ ആവശ്യമായിട്ട് അവരുടെ മുന്നിൽ പോകുമ്പോൾ അവർ പറയുന്നതിന് അവർക്ക് ഭാരിച്ച സാമ്പത്തിക ബാധ്യതയാണ് എന്നുള്ള രീതിയിലാണ് നമ്മുടെ സംവരണത്തിൻ്റെ കാര്യങ്ങളൊക്കെ PSC വഴി ഇപ്പോൾ 4% സംവരണമായി. 2016 മുമ്പാണെങ്കിൽ 3% സംവരണമായിരുന്നു. അത് അവർ പാലിക്കുന്നുണ്ട്. പിന്നെ ബാക്ക്ലോഗ് ഒഴികൾ നികത്തി എന്നാണ് സർക്കാർ പറയുന്നത്. പക്ഷേ ഇതുവരെയും അതിന് വ്യക്തമായിട്ടൊരു തെളിവ് ഇതുവരെയും കിട്ടിയിട്ടില്ല. അതേപോലെ തന്നെ നമ്മുടെ എയ്ഡഡ് മേഖലകളിലും നമുക്ക് സംവരണമുണ്ട്, അതൊന്നും അവർ പാലിക്കുന്നില്ല. അപ്പം നമ്മുടെ കാര്യം വരുമ്പോൾ മാത്രമേ അവർ ഭാരിച്ച സാമ്പത്തിക ബാധ്യത എന്ന് പറയുകയും ബാക്കിയുള്ള പല ഡിപ്പാർട്ട്മെൻറ്റിലും ആൾക്കാരെ സൂപ്പർ ന്യൂമറി തസ്തിക സൃഷ്ടിച്ച് സ്ഥിരമാക്കുകയും ചെയ്യുന്ന ഒരു സമീപനമാണ്. അതിനെതിരെയാണ് നമ്മളിപ്പോൾ സമരമുഖത്തുള്ളത്. ഈ അടിസ്ഥാന വർഗ്ഗങ്ങളുടെ ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രം നമ്മുടെ സർക്കാർ ധനസ്ഥിതി വളരെ മോശമാണ് എന്ന് പറയുന്നു. ഇപ്പോൾ ഈ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള യാത്രകളൊക്കെ നടത്തുന്നു. എങ്ങനെയാണ് ഈ സമരത്തോടുള്ള ഒരു സർക്കാരിൻ്റെ നിലപാടിനെ നിങ്ങൾ നോക്കിക്കാണുന്നത്? സർക്കാരിൻ്റെ നിലപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മുടെ ഇങ്ങനെ പരിഗണിക്കാമെന്ന് പറഞ്ഞ് ഒരു പറ്റിക്കുന്ന സമീപനമാണ്. അപ്പോൾ 2016 നമ്മുടെ ശൈലജ ടീച്ചർ തന്നെ കണ്ണൂരിൽ ഒരു പ്രസ്താവന ഇറക്കുകയുണ്ടായി. 2004 മുതൽ നാളിതുവരെയുള്ള ആ ഒരു കാലഘട്ടം 2019 വരെയുള്ള ആൾക്കാരെ സൂപ്പർ ന്യൂമറി തസ്തിക സൃഷ്ടിച്ച് സ്ഥിരമാക്കുമെന്ന് അവർ പറയുകയുണ്ടായി. പക്ഷേ അതിനുശേഷം ഒരു ഫോളോ അപ്പ് വന്നിട്ടില്ല. ഈ 2018 നമുക്കൊരു പ്രളയമുണ്ടായല്ലോ. ആ സമയത്ത് അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫയൽ പരിഗണനയിലാണ്, ഈ പ്രളയവും കാര്യങ്ങളും വന്നത് കാരണമാണ് നിങ്ങളുടെ ഫയൽ മാറ്റിയതെന്നാണ്.
അത് കഴിഞ്ഞിട്ട് വന്ന സർക്കാരും ഇപ്പം നമ്മുടെ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിയെ നമ്മൾ നേരിട്ട് പലവട്ടം കണ്ടിട്ടുണ്ട്. സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി പറയണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യം പരിഗണനയിലാണ്, സർക്കാർ അല്ലെങ്കിൽ പാർട്ടി തന്നെ തീരുമാനിക്കണം എന്നാണ് നമ്മുടെ ബിന്ദു മാഡം പറയുന്നത്. പാർട്ടി തീരുമാനിക്കണം, അവർ സെക്രട്ടേറിയറ്റ് കൂടി തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ കാര്യം നടക്കുമെന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ ഈ പാർട്ടി ഘടകങ്ങളിലൊക്കെ നമ്മൾ നേരിട്ട് നമ്മുടെ നിവേദനങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ ജനറൽ സെക്രട്ടറിയായ നമ്മുടെ MA ബേബിക്ക് ഒരു നിവേദനം നമ്മൾ കൊടുക്കുകയുണ്ടായി. അത് നേരിട്ട് കൊടുക്കാൻ പറ്റിയില്ല, സ്പീഡ് പോസ്റ്റിലാണ് നിവേദനം അയച്ചിട്ടുള്ളത്. AK സെൻറ്റർ ഡൽഹി അഡ്രസ്സിൽ അത് കൈപ്പറ്റിയതായിട്ടുള്ള മെസ്സേജുണ്ട്. അപ്പോൾ ഇവർ പരിഗണിക്കാമെന്ന് പറയുന്നതല്ലാതെ പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു ടേം തീരാൻ പോവുകയാണ് രണ്ടാം പിണറായി സർക്കാരിൻ്റെ. അതെ, രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാനത്തെ ടേമാണല്ലോ. ഏകദേശം ഇനി ഒരു 9 മാസമൊക്കെ മുന്നിലുള്ളൂ. അപ്പം നമ്മൾ ആവശ്യപ്പെടുന്നത് ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട ഈ ഭിന്നശേഷിക്കാരെ എത്രയും പെട്ടെന്ന് സൂപ്പർ ന്യൂമറി തസ്തിക സൃഷ്ടിച്ച് സ്ഥിരമാക്കണമെന്നാണ്. പക്ഷേ സർക്കാരുകൾ വലിയ വലിയ പദ്ധതികളൊക്കെ ഈ കൊട്ടിഘോഷിച്ച് എല്ലാ വാർത്താ മാധ്യമങ്ങളിലും വരുന്നുണ്ട്. ഭിന്നശേഷിക്കാർക്ക് അത് ചെയ്യുന്നുണ്ട്, ഇത് ചെയ്യുന്നുണ്ട് എന്നൊക്കെ. പക്ഷേ അവരുടെ അടിസ്ഥാന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു ജോലിയാണ്. ഇപ്പോൾ പദ്ധതികൾ പലതും ആവശ്യം തന്നെയാണ്. പദ്ധതികൾ വന്നോട്ടെ, അത് ഓക്കെ, അത് ഫണ്ടുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ എംപ്ലോയ്മെൻറ്റ് 6 മാസം ജോലി ചെയ്ത് നമ്മുടെ കഴിവ് തെളിയിച്ച ആൾക്കാരാണ്. അതെന്ന് പറഞ്ഞാൽ അവർ കറക്റ്റ് ഗുഡ് സർട്ടിഫിക്കറ്റ് തന്നാണ് നമ്മളെ പറഞ്ഞു വിടുന്നത്. അപ്പോൾ ഇത് കാലാകാലങ്ങളിൽ ചെയ്യുന്ന ഒരു കാര്യമായ ഈ സൂപ്പർ ന്യൂമറി തസ്തിക വീണ്ടും അവർ നമുക്ക് വേണ്ടി ചെയ്തു തരണം എന്നതാണ് തന്നെയാണ് നമ്മളുടെ ആവശ്യം. എന്തായാലും ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമാണ് എന്ന് കൊട്ടിഘോഷിക്കുമ്പോഴും അവർ തെരുവിലേക്ക് ഇറങ്ങി അവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ച് കിട്ടുവാൻ വേണ്ടി അലമുറയിടേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.